മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വലിയ ആവേശത്തിൽ കോൺഗ്രസിന്റെ കൂടെ കൂടി വാദിക്കേണ്ട. 5 MLA-മാരാണ് UP-യിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നെങ്കിലും നിങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇടതുപക്ഷമേ ഉണ്ടാകൂ. അത് നിങ്ങൾ മറക്കണ്ട. 5 MLA-മാർ UP-യിൽ. UP എന്ന് പറഞ്ഞത് നമ്മുടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം. 10,500 പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു. അതൊക്കെ ഒരു പ്രശ്നമല്ലേ? എന്തേ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? ഇതാണ് സാർ, മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ വല്ലാതെ ആവേശം കൊള്ളേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ആന്റണിയുടെ ഇലക്ഷന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ആന്റണി ഇബ്രാഹിം നബിയുടെ സന്തത പരമ്പരയിൽപ്പെട്ടയാളാണ്. എന്നാൽ ഇപ്പൊ പറഞ്ഞത് രാഹുൽ ഗാന്ധി യൂസുഫ് നബി ആണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എങ്ങാനും ഞങ്ങളൊക്കെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മാത്താങ്കൂത്തുകൾ ഉണ്ടാക്കുമായിരുന്നു, എന്തൊക്കെ മാത്താങ്കൂത്തുകൾ നിങ്ങൾ ഉണ്ടാക്കി നമുക്കെല്ലാവർക്കും അറിയാം. സർ, എനിക്ക് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വല്ലാതെ ആവേശത്തോടു കൂടി കോൺഗ്രസിനെ പിന്തുണക്കണ്ട. ആ സ്നേഹവും പിന്തുണയും ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ലിനെ ഞാൻ പിന്തുണക്കുന്നു സാർ.